അപ്പോൾ മക്കളെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്ത് 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് 2024 വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ നമ്മളെ കഷ്ടപ്പെടുത്താത്ത 2024 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി അതിനകത്ത് കുറച്ച് ഡിറൈവ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ലെങ്തി എന്ന് പറയണം കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഇതിനകത്തോട്ട് വരുമ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം. ഇത് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എക്സാം എഴുതുന്ന പോലെ തന്നെ എൻ്റെ കൂടെ ഇതിൻ്റെ അകത്ത് ഇരുന്ന് എൻ്റെ കൂടെ ഫുൾ ടൈം ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് എഴുതുക. ഓക്കെ അല്ലേ? ഫോം ക്വസ്റ്റ്യനിലേക്ക് പോവാം എളുപ്പം തന്നെ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി റേഡിയൽ നോഡ്സ് ഡസ് സി എ പ്ലസ് ഹാവ് ഇൻ ഇറ്റ്സ് 4s ഓർബിറ്റൽ? 4s ഓർബിറ്റൽ സി എ പ്ലസിന് ഇത്ര റേഡിയൽ നോഡുണ്ട്. റേഡിയൽ നോഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാലോ. റേഡിയൽ നോഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ n-l-1 ആണല്ലോ. ഇനി ഇവർ ആംഗുലാർ നോഡാണ് ചോദിച്ചെങ്കിലോ, ആംഗുലാർ നോഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? ആംഗുലാറിനകത്ത് ഒരു എൽ ഉണ്ട്. അപ്പം എൽ അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. ആംഗുലാർ നോഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എല്ലും റേഡിയൽ നോഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ n-l-1. ഇനി ടോട്ടൽ നമ്പർ ഓഫ് നോഡ് ചോദിച്ചാൽ, വെറും നോഡ്സ് എന്ന് മാത്രം ചോദിച്ചാൽ ഇതിൻ്റെ രണ്ടിനെ സമ്മാണ്. അങ്ങനെ ആകുമ്പോൾ ഈ മൈനസ് എല്ലും പ്ലസ് എല്ലും വെട്ടിപ്പോയി അത് n-1 വരും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. റേഡിയൽ നോഡ്സിനെ സി എ പ്ലസ് 4s ഓർബിറ്റൽ. 4s ഓർബിറ്റലിനകത്ത് റേഡിയൽ നോഡ്സ് കണ്ടുപിടിക്കാൻ നേരം 4 മൈനസ് എല്ലിൻ്റെ വാല്യൂ എസ്സിന് 0 ആണ്. അപ്പോൾ 4 മൈനസ് 0 മൈനസ് 1 3. നമുക്ക് ചാടിപ്പോയി ഓപ്ഷനെ മാർക്ക് ചെയ്യാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. തെറ്റല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കെമിക്കൽ ബോണ്ടിങ് ആണ്. ഞാൻ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോഴേ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, amongst O2, N2, F2 and B2, which molecules will be attracted to an external magnetic field? ക്വസ്റ്റ്യനകത്തൊരു സ്ഥാനമുണ്ട്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അട്രാക്ട് ചെയ്തിരിക്കും. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അട്രാക്ട് ചെയ്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് അല്ലേ? ആണല്ലോ. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നവന്മാർ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അൺപെയർഡ് ഇലക്ട്രോൺ കാണുമെന്ന് നമുക്കറിയാം. അൺപെയർഡ് ഇലക്ട്രോൺ കാണും. ഓക്കെ, അപ്പോൾ നമുക്കിത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അനുസരിച്ചുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനകത്തോട്ട് ഈ നമ്മുടെ ഇലക്ട്രോൺ എണ്ണം ഇട്ട് കൊടുക്കുമ്പോഴോ ഓർബിറ്റൽ ഡയഗ്രത്തിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴോ നമുക്ക് അവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ പ്രസൻസ് കാണുമെങ്കിൽ അത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ട്രഡീഷണൽ വേ. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്. നമുക്ക് വളരെ എളുപ്പം സമയപരിമിതി നമുക്ക് ഇതിനുള്ളതുകൊണ്ട് വളരെ എളുപ്പം നമ്മൾ ക്വിക്കായിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തേണ്ടോട്ട് നമുക്ക് ഞാൻ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞൊരു കാര്യം തന്നെ ഞാൻ പറയണേ. ഓൾ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കോംപ്ലക്സ് ആണെങ്കിൽ ആ കോംപ്ലക്സസ് എല്ലാം പാരാമാഗ്നറ്റിക് ആയിരിക്കും. പ്ലസ് 10ഉം 16ഉം ഇലക്ട്രോൺ വന്നാലും, അതോ ഈവൺ ആയിരുന്നിട്ട് പോലും 10ഉം 16ഉം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വന്നാൽ അവനും പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഓൾ ഈവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺ കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 കോംപ്ലക്സിനെ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാം. ഓക്കെ, O2 എന്ന് പറഞ്ഞാൽ 16 ഇലക്ട്രോണ്, N2 എന്ന് പറഞ്ഞാൽ 14 ഇലക്ട്രോണ്, F2 എന്ന് പറഞ്ഞാൽ 18 ഇലക്ട്രോണ്, B2 എന്ന് പറഞ്ഞാൽ 10 ഇലക്ട്രോൺ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തൊന്നും ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് O2 16 ഇലക്ട്രോണാണ്, B2 16 ഇലക്ട്രോണാണ്. ഇത് വരുന്നത് ഓപ്ഷൻ എ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ മാർക്ക് ചെയ്യാമല്ലോ. ഓപ്ഷൻ എ അല്ലേ ഇതിൻ്റെ ഉത്തരം, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. നിങ്ങൾ ഈ 10ഉം 16ഉം ഇലക്ട്രോഡ് എന്തുകൊണ്ട് പാരാമാഗ്നറ്റിക് ആവുന്നുണ്ട് ഓഡ് ഈവൺ നമ്പർ ആയിട്ടും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ചെക്ക് ദ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം. നിങ്ങൾ O2ൻ്റെയും E2ൻ്റെയും നോക്കുമ്പോൾ അവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺസ് നമുക്ക് കാണാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ മക്കളെ. സെറ്റ് അല്ലേ? ഓക്കെ, 18 അതേ ക്വസ്റ്റ്യൻ. What is the smallest pp bond angle in the highly reactive allotrope of phosphorus? Okay, highly reactive of
ഹൈലി റിയാക്റ്റീവ് അലോട്രോപ്പ് ഓഫ് ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ നമുക്ക് P4 എന്ന് എഴുതാം. P4 P4ന്റെ സ്ട്രക്ചർ അങ്ങനെ ഇവിടെ P വരുന്നു, ഇവിടെ P വരുന്നു, ഇവിടെ P വരുന്നു. അപ്പൊ ഇങ്ങനെ എഴുതാലോ, ഇങ്ങനല്ലേ ഇങ്ങനല്ലേ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോ ഈ നമ്മൾ ചോദിച്ചിരുന്ന സ്മോളസ്റ്റ് PP ബോണ്ട് ആംഗിൾ അല്ലേ, PP ബോണ്ട് ആംഗിൾ. അപ്പൊ PP ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനല്ലേ, ഈ ഒരു ആംഗിൾ അല്ലേ, ഇതൊരു ഇക്വലാറ്ററൽ ട്രയാംഗിൾ പോലെ അല്ലേ. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്ര? 60 ഡിഗ്രി അല്ലേ, 60 ഡിഗ്രി അല്ലേ. അത് വന്നിട്ടുണ്ടല്ലോ ഓപ്ഷൻ എയിൽ തന്നെ. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾ ഇതുപോലുള്ള ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ NCERT-ൽ ഒരു ഭാഗത്ത് കിടക്കുന്ന ചോദ്യങ്ങളാണ്. ഈ NCERT-ൽ ഒരു ഭാഗത്ത് കിടക്കുന്ന ചോദ്യങ്ങളായതുകൊണ്ട് നമ്മൾ ഈ NCERT വായിക്കുമ്പോൾ ഇത് ചിലപ്പോൾ മറന്നു പോവുക, അല്ലെങ്കിൽ നമ്മളങ്ങനെ ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു നല്ലൊരു വരെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു 12 സെറ്റ് മോക്ക് ടെസ്റ്റുകൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയും ബേസ് ചെയ്തിട്ട് വളരെ ആ ഒരു ബേസിൽ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാം എഴുതുന്ന പോലെ തന്നെ ഈ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ എഴുതാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എവിടെയാണ് എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഒരു 50 പടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഐസർ എന്ന് പറയുന്ന ആ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ കഥമെങ്കിൽ നിങ്ങൾ ഏത് പടിയിലാണ് നിൽക്കുന്നതെന്ന് ഈ മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. നിങ്ങളിപ്പോൾ ഇപ്പോൾ 48ാമത്തെ പടിയാകുമ്പോൾ നമുക്ക് പറയാം, ഓ ഈ 2 പടിയും കൂടെ നമുക്ക് ചാടി ചാടി കയറി പോവാം. ഇനി 10ാമത്തെ പടിയിലാണെങ്കിൽ ഓ ഇനി പടിയുണ്ട് രാമ, വാ 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 എളുപ്പവാ എന്ന് പറഞ്ഞ ഒരു രീതിയിൽ നമുക്ക് നിൽക്കാം. അപ്പൊ നിങ്ങൾ എവിടെയാണ് എന്ന് നിങ്ങൾ വളരെയധികം മനസ്സിലാക്കി തരുന്ന ഒരു കാര്യങ്ങളാണ് മോക്ക് ടെസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. മോക്ക് ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷ പോലെ എഴുതുന്ന അതേ അപ്രോച്ചിൽ എഴുതിയാൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് വേണ്ടവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ആ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കയറി നിങ്ങൾ എൻക്വയറി ചെയ്യുക. ഓക്കെ, മോക്ക് ടെസ്റ്റ് എന്നിട്ട് എല്ലാവരും എഴുതാൻ ശ്രമിക്കുക. എക്സാം പോലെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനകത്ത് പറയുന്നത് നമ്മുടെ മെറ്റലർജിയിലെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഓർ ഓഫ് സിഡറേറ്റ്? ഡയറക്റ്റ് NCERT ഇതിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിന് പേന എടുക്കുന്നതിന് മോട്ട കിട്ടി കാണിക്കും എന്നും പറയാൻ ധൈര്യമാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഓർ ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്നിട്ടുണ്ട് നമ്മുടെ സിഡറേറ്റ് തന്നെയാണ് ഉത്തരം. സിഡറേറ്റിന്റെ ഫോമുല എന്താ? FeCO3. ഓക്കെ, അപ്പൊ ഈ ബോക്സൈറ്റ് എന്താ? ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ Al2O3 2H2O എന്ന് പറഞ്ഞ അലൂമിനിയത്തിന്റെ ഓറാണ്. മാലക്കൈറ്റ് എന്താ? മാലക്കൈറ്റ് എന്ന് പറഞ്ഞാൽ കോപ്പറിന്റെ ഓറാണ്. CO3 OH ട്വൈസ്. ഇനി ക്വാഡ്സ് സിലിക്കൺ ഓറല്ലേ SiO2. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ ഈ നിങ്ങൾക്ക് ഒരു ഉത്തരം അറിയാമെങ്കിൽ പോലും നിങ്ങൾ എക്സ്പ്ലനേഷൻ കാണണം ഇതിന്റെ ഫുള്ള്. അപ്പൊ ഇതെന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരാൾ എഴുതും വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓർ ഓഫ് അയൺ. അവൻ അറിയാം സിഡറേറ്റ്. ഓക്കെ, അവൻ സിഡറേറ്റ് എന്നൊരു ഉത്തരം അവൻ അറിയാവുന്നുണ്ട്. അവന് ആൻസർ സാർ ടിക്ക് ചെയ്യുന്നവരുണ്ട്. അവൻ ഡബിൾ ടാപ്പ് അടിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അവൻ അങ്ങനെ ചെയ്യല്ലേ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ബാക്കി 4 ഓപ്ഷനകത്തെ ഏതിൻ്റെയൊക്കെ ഓറാണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോക്സൈറ്റ് അറിയണമെന്നില്ല, ചിലപ്പോൾ മാലക്കൈറ്റ് അറിയണമെന്നില്ല, ചിലപ്പോൾ ക്വാർട്സ് അറിയണമെന്നില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളതിൻ്റെ ഒരു ലീക്കേജ് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇത് ഫുള്ള് കാണാൻ ശ്രമിക്കുക, ഇത് കംപ്ലീറ്റ്ലി കാണാൻ ശ്രമിക്കുക. കംപ്ലീറ്റ്ലി കാണുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് മാത്രമാണ്. കാരണം നിങ്ങൾക്ക് ഒന്നും മിസ്സാവില്ല, കണ്ണിന് ഫുൾ ഡെലിവറി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഉണ്ടാകുന്ന അടുത്ത ക്വസ്റ്റ്യൻസിലോട്ടുള്ള പോസിബിലിറ്റി കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് അതും കൂടെ ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ ഫുൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വീണ്ടും നമ്മുടെ എന്താണ് സെയിം മെറ്റലർജി ചാപ്റ്ററിലെ ഡയറക്റ്റ് അടുത്ത ചോദ്യം. വിച്ച് പാരാമീറ്റേഴ്സ് അപ്ലോട്ട് ചെയ്യേണ്ട എല്ലിംഗ്ടൺ ഡയഗ്രാം? എല്ലിംഗ്ടൺ ഡയഗ്രാമിൽ ഏതൊക്കെ പാരാമീറ്റേഴ്സ് അപ്ലോട്ട് ചെയ്തെങ്കിൽ നമുക്കറിയാലോ. ΔG0 ബസ് T വെച്ചിട്ടാണല്ലോ ടെമ്പറേച്ചറും ഗിബ്സൺ സ്റ്റാൻഡേർഡ് ഗിബ്സൺ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ മാർക്ക് ചെയ്യാലോ. കൂടുതൽ സമയം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ 10-20 സെക്കൻഡ് എടുത്തു. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ 5 സെക്കൻഡ് പോലും വേണ്ടല്ലോ. ഈ സമയമൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയി രാവിലെ സമയമൊക്കെ നല്ല ഡെറിവേഷൻ ചെയ്യുന്നത്, നല്ല ലെങ്ത് ആയിട്ടുള്ള മാത്സിലും ഫിസിക്സിലും ഉള്ള സമയങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ. ഓക്കെ, അടുത്ത വീഡിയോയിലേക്ക് പോകാമല്ലോ. അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം ഹാലോ ആൽക്കീൻസിനാണ്. അവിടെ ഹാലോ ആൽക്കീൻസ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ +2-ലെ ആദ്യത്തെ ചാപ്റ്ററാണ്. ഹാലോ ആൽക്കീൻസ് തന്നെ ഹാലോ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് വിൽ നോട്ട് അണ്ടർഗോ ഇൻ ദ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ വിത്ത് NaOH/SN2? ഓക്കെ, SN2 വെച്ച് ഫിംഗൽസ്റ്റീൻ കാണിക്കാത്ത സ്പീഷ്യസ് ഏതൊക്കെയാണ് മക്കളെ?
SN2 കാർബൺ SN2 അല്ല sp2 കാർബൺ ആണെങ്കിൽ കാണിക്കത്തില്ല. sp2 കാർബൺ അറ്റാച്ച്ഡ് സ്പീഷീസ് ആണെങ്കിൽ കാണിക്കത്തില്ല. അതുപോലെ ബൾക്കി ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബണും എന്ത് കാണിക്കില്ല? SN2 കാണിക്കില്ല. ഓക്കെ അല്ലേ സെറ്റ് അല്ലേ? SN2 കാണിക്കില്ല. അപ്പം നമുക്ക് ഇതിനെ 4 ഓപ്ഷൻസിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതിനകത്താണ് sp2 അവൻ കാണിക്കത്തില്ല, എവിടെയെങ്കിലും ബൾക്കി ഗ്രൂപ്പ് ഉണ്ടോ അവന് കാണിക്കില്ല. അപ്പോൾ ഓരോ ഓപ്ഷൻ വൈസ് ഒന്ന് പരിശ്രമിച്ച് നോക്കിയാൽ ഓക്കെ ഓപ്ഷൻ 1 എടുക്കാം. ഓപ്ഷൻ 1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹാലജനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വെറും സാധാരണ sp3 കാർബണുണ്ട്, അതുകൊണ്ട് ഇവൻ തരും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രോമിന് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ റിംഗ് നമ്മുടെ ബെൻസീൻ റിംഗ് വേണ്ട. ബെൻസീൻ റിംഗിലെ എല്ലാ കാർബണും എന്താണ്? ബെൻസീൻ റിംഗിലെ ഹോൾ കാർബൺ ഹോൾ 6 കാർബൺ എന്താണ്? ഹോൾ 6 കാർബൺ sp2 ഹൈബ്രിഡൈസേഷൻ അല്ലേ? sp2 ഹൈബ്രിഡൈസേഷൻ അല്ലേ? ഹോൾ 6 കാർബൺ എന്താണ്? sp2 ഹൈബ്രിഡൈസേഷൻ അല്ലേ? അപ്പൊ ഇവൻ എന്തായാലും കാണിക്കത്തില്ലെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. കാരണം ഇവിടുത്തെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന sp2 ആയിട്ട് അവൻ എന്തായാലും കാണിക്കത്തില്ലെന്ന് നമുക്ക് മനസ്സിലായി. ഇവൻ എന്തായാലും കാണിക്കില്ലെന്ന് മനസ്സിലായി. അടുത്ത കോമ്പൗണ്ട് നോക്കാം. അടുത്ത നോക്കിക്കേ, ഇവിടുത്തെ ബ്രോമിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന sp2 പോലുള്ള പാവം പിടിച്ചിട്ടുണ്ടല്ല, sp3 പോലുള്ള പാവം പിടിച്ചിട്ടുണ്ടല്ല sp2 അപ്പൊ എന്താണ്? ഇവനും ഉറപ്പായിട്ടും കാണിക്കത്തില്ലെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നാലാമത്തെ എടുത്ത് ഇവിടുത്തെ ഹാലജനായ ബ്രോമിന് അറ്റാച്ച് ചെയ്ത് സാധാരണ ആദ്യത്തെ ക്വസ്റ്റിനകത്തുള്ള ഒരു സാധാരണ കാരനോട്ട് sp3 ആയിട്ടാ. അപ്പൊ ഉറപ്പായിട്ട് മനസ്സിലാകും നമുക്ക് ബ്രോമിന് അറ്റാച്ച് ചെയ്യുമെന്ന്. ബ്രോമിന് അറ്റാച്ച് ചെയ്യുന്നല്ലോ ഇത് SN2 വഴി സിംഗിൾ ചെയിൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. അപ്പൊ 2, 3 അല്ലേ കാണിക്കാതെ. അപ്പൊ ഓപ്ഷൻ എ നമുക്ക് മാർക്ക് ചെയ്യാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചാടി പോകാമല്ലോ മക്കളെ, ചാടി വാങ്ങുക. ഓക്കെ, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് അസിസ്റ്റൻസ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഒരു നല്ല കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന് നമ്മൾ ആദ്യം വായിക്കും. വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് എഫിഷ്യന്റ് വേ ഓഫ് സിന്തസിസ് ഇൻ പ്രൊപ്പൽഡ് സേ. ഞാൻ പറഞ്ഞല്ലോ മക്കളെ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ അതിനെ മാക്സിമം ക്വസ്റ്റ്യൻസിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാലാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്താണ് ആ ക്വസ്റ്റിനെ കുറിച്ചുള്ള ഐഡിയ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ എൻ പ്രൊപ്പൈൽ ബെൻസീൻ കണ്ടിട്ട് ഇതിനകത്ത് ഏത് എൻ പ്രൊപ്പൈൽ ബെൻസീൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ നോക്കും. ഇങ്ങനെയല്ല, നിങ്ങൾ പൊതുവെ ഇപ്പോൾ ഇതിനകത്ത് 2 എൻ പ്രൊപ്പൈൽ ബെൻസീന് ഉണ്ടാക്കുന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചു വീണ്ടും സമയം നഷ്ടം. അപ്പോൾ ഒരു തവണ വായിക്കുമ്പോൾ പ്രോപ്പറായിട്ട് വായിക്കും. വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ. കണ്ടോണം, മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ ഓഫ് സിന്തസൈസിങ് എൻ പ്രൊപ്പൈൽ ബെൻസീൻ. മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ വേണം. ചുമ്മാ എൻ പ്രൊപ്പൈൽ ബെൻസീൻ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ വേണം. ഓക്കെ, മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ വേണം. അപ്പോൾ നമുക്ക് ഓരോ റിയാക്ഷനിലേക്ക് കാണുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആദ്യത്തെ ഫീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണ്. ഫീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ്റെ റിസൾട്ടായിട്ട് COCH3 ഉണ്ടാവും. ഇതിനെ നമ്മൾ KOH NH2 ഈറ്റ് കൊടുക്കുമ്പോൾ ഇതെന്തായി മാറും? ഇത് നമ്മുടെ എൻ പ്രൊപ്പൈൽ ബെൻസീനായിട്ട് മാറത്തില്ല. ഇത് ഇങ്ങനെയാണ്. ഇത് CL അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ CH3 ഉണ്ട്. ഞാനത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരച്ച് അപ്പോൾ ഇതിനെ എന്താണ് ഇതിന് KOHനെ NH2ൻ്റെ പ്രസൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എൻ പ്രൊപ്പൈൽ ബോൺസിന് 1, 2, 3 എൻ പ്രൊപ്പൈൽ ബോൺസിന് ഉണ്ടാവുമല്ലോ. ഇത് എന്ത് റിയാക്ഷനാണ്? KOH NH2 എന്ന് നമുക്ക് റിയേജൻ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. ഇതൊരു നെയിംഡ് റിയാക്ഷനെ വൂൾഫ് കിഷ്ണറാണല്ലോ. ഇത് വൂൾഫ് കിഷ്ണർ റിയാക്ഷൻ ആണല്ലോ മകളെ. ഞാനിങ്ങനെ ഈ പേര് പറയുമ്പോൾ നിങ്ങൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള തിയറിയും എന്തൊക്കെയാണ് അതിൻ്റെ എക്സെപ്ഷനും കാര്യങ്ങളും, വൂൾഫ് കിഷ്ണറിനകത്ത് എക്സെപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ, ഏതൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നോക്കിക്കോണേ മക്കളെ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഫീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആണിത്. ഇവിടെ CL പോയിട്ട് ഇതങ്ങോട്ട് കയറും. അപ്പം ഇവിടെ നമുക്ക് എൻ പ്രൊപ്പൈൽ ബെൻസീൻ തന്നെ കിട്ടും. ഓക്കെ, ഇതും അതുപോലെ തന്നെ OH കൂടെ പോയി വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് ഇവിടെയും എൻ പ്രൊപ്പൈൽ ബെൻസീൻ കിട്ടും. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ 3 കേസിലും എൻ പ്രൊപ്പൈൽ ബെൻസീൻ ഉണ്ട്. ഇനി ഇതിനകത്ത് സിന്തറ്റിക് വേ കണ്ടുപിടിച്ചാൽ മതി.
മോസ്റ്റ് എഫിഷ്യന്റ് സിന്തറ്റിക് സിന്തസൈസിക് വേ. പക്ഷേ ഈ 4ാമത്തെ ക്വസ്റ്റ്യനകത്തോട്ട് എന്തായാലും എൻ പ്രൊപ്പൈൽ ബെൻസീന് അവൻ ഉണ്ടാക്കത്തില്ല. എൻ പ്രൊപ്പൈൽ ബെൻസീന് അവൻ ഉണ്ടാക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരിക്കലും ബെൻസീന് പോയി ഇവനെ ഈ H+നെ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ന്യൂക്ലിയോഫൈൽ അല്ല ഇത്. അപ്പോ ഇവന് എന്തായാലും ഇവിടുന്ന് പോയായിരിക്കും ചെയ്യുന്നത്. ഇവിടുന്ന് പോയായിരിക്കും അറ്റാച്ച് ചെയ്യും. അപ്പൊ ഇതിന്റെ റിസൾട്ടായിട്ട് തൽഫലമായി നമുക്ക് കിട്ടാൻ പോകുന്നത് എൻ പ്രൊപ്പൈൽ ബെൻസീൻ അല്ല, ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. ഐസോപ്രൊപ്പൈൽ ബെൻസീനാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ 3 വേയിലും കൂടെ ഏതിനാണ് ഏറ്റവും എഫിഷ്യൻ്റ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ഇത് എന്തായാലും പൈ ബോണ്ടാണല്ലോ. ഇത് പൈ എന്ന് ഇത് സിഗ്മ അല്ല, ഇതൊരു പൈ ആണല്ലോ. ഇവിടെ നിന്നുണ്ടാവുന്ന ഈ പൈ ടു പൈ സ്റ്റാർ ചാർജ് ട്രാൻസ്ഫറിൻ്റെ ഇതായിട്ടാണല്ലോ നമുക്ക് ഈ കോംപ്ലക്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ എന്ന് പറയുമ്പോൾ സിഗ്മ സ്റ്റാർ ആണ്, ഇവിടെയും സിഗ്മ സ്റ്റാർ ആണ്, കാരണം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ നമ്മൾ പൈ ടു പൈ സ്റ്റാറും അതുപോലെ തന്നെ പൈ ടു ഒരേ ലെവലാണ്, ഒരേ ലെവലാണ്. പൈ ടു സിഗ്മ സ്റ്റാറും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് നോക്കുമ്പോൾ പൈ ടു പൈ സ്റ്റാറിൻ്റെ എനർജി ഗ്യാപ്പ് വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് ഒരു സൊല്യൂഷനിലേക്ക് എത്താം. ഈ പൈ ടു പൈ സ്റ്റാറിൻ്റെ റിസൾട്ടായിട്ടുണ്ടാകുന്ന ആദ്യത്തെ റിയാക്ഷനാണ് മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ, ബിക്കോസ് എനർജി ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്, ഇത് രണ്ടും അല്ല. ഓക്കെ, ഇവിടെ കിടന്നുണ്ട് ഓപ്ഷൻ 1, ഇതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായില്ലേ? കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. പൈ ടു ഇവിടെ ബാക്കി രണ്ടിടത്തും ഈ 4ാമത്തെ ഓപ്ഷൻ എന്തായാലും നമ്മൾ പറഞ്ഞത്, ബാക്കി രണ്ടിടത്തും സിഗ്മ സ്റ്റാറിൻ്റെ ഇതാണ്, സിഗ്മ സ്റ്റാറുമായിട്ടാണ് ഈ പൈ ഇത് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ പൈ സ്റ്റാർ ആണ്. അപ്പോൾ ഈ പൈ ടു പൈ സ്റ്റാറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എനർജി ഗ്യാപ്പ് കുറവുള്ളതുകൊണ്ട് നമുക്ക് നല്ല മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ ഓഫ് സിന്തസൈസിങ് മെത്തേഡ് കിട്ടും. എന്തുണ്ടാക്കാൻ? എൻ പ്രൊപ്പൈൽ ബെൻസീന്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. ഓക്കെ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ കൈറൽ കോമ്പൗണ്ട്സ്? മക്കളെ, ഏത് കൈറൽ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഹലോ ആൽക്കീൻസിന്റെ ഹലോ അലൈൻസിലാണ്. ഈ കൈറൽ കോമ്പൗണ്ട്സിനെ കുറിച്ച് നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, എനാൻഷ്യോമേഴ്സ്, ഡയാസ്തീരിയോമേഴ്സ്, ഈ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കണം, നിങ്ങളൊന്ന് പഠിക്കണം. ഓക്കെ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ കൈറൽ കോമ്പൗണ്ട്സ് എന്നല്ല ചോദിച്ചിരുന്നേ. അപ്പോൾ നമുക്ക് ഓരോന്നിരിക്കാം. എന്താണ് കൈറൽ കോമ്പൗണ്ട്? കൈറൽ കോമ്പൗണ്ട് കാർബണിന് 4 വാലൻസിയും ഡിഫറെൻറ്റ് ഗ്രൂപ്പുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് അവനാണ് കൈറൽ കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാണ് കൈറൽ. ഇതല്ലെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അവനെ നമ്മൾ അഖൈറൽ എന്നും വിളിക്കും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. ഓരോ സ്ട്രക്ചർ വെച്ചിട്ട് ഇതിനകത്ത് ഏതാ കൈറൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കാർബണ് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്, ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്. ഓക്കെ, രണ്ട് ഗ്രൂപ്പാണ്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് സെയിം ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. സെയിം ആണ്, ഇങ്ങോട്ട് രണ്ടിടത്തും വരുമ്പോൾ അത് സെയിം ആണ് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ അതൊരു വ്യത്യാസമൊന്നും വരും. പക്ഷെ ആദ്യത്തെ രണ്ടെണ്ണം ഡിഫറൻ്റ് ആണ്. പക്ഷെ ആദ്യത്തെ രണ്ടെണ്ണം ഡിഫറൻ്റ് ആയിട്ട് കാര്യമില്ല, 4 കാർബണും 4 വാലൻസും ഡിഫറൻ്റ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലായി ഇവൻ അല്ല ഉത്തരം. ഇവൻ ഉത്തരവല്ലെന്ന് ഇവൻ കൈറൽ കോമ്പൗണ്ട് അല്ല. രണ്ടാമത്തെ ഈ കാർബൺ എടുക്കുമ്പോൾ ഇവൻ ഇങ്ങോട്ട് ഇവിടെ ഒരു വേറെ ഗ്രൂപ്പ്, ഇവിടെ ഒരു വേറെ ഗ്രൂപ്പ്, ഇവിടെ ഒരു 4 ഡിഫറൻ്റാ. ഇവൻ കൈറലാണ് നമുക്ക് മനസ്സിലായി. 4 കൈറലാണ് മനസ്സിലായി. ഇനി ഇവിടെ നോക്കുമ്പോൾ ഈ ഗ്രൂപ്പ് എടുക്കുമ്പോൾ ഇവിടെ ഒരു CO ഡബിൾ ബോണ്ടോ ശരിയാക്കില്ല. ഇവിടെ രണ്ടും സെയിം. അതേപോലെ തന്നെ ഇത് നിങ്ങളെടുത്ത് ഈ കാർബൺ എടുത്ത് നോക്കുക, ഇവിടെ രണ്ടും ഓക്കെയാണ്. പക്ഷെ ഇങ്ങോട്ട് വരും തോറും അവിടെ വ്യത്യാസം സെയിം ആയിട്ട് വരുന്നു, വ്യത്യാസം ഇല്ല. 4 ഗ്രൂപ്പും ഡിഫറൻ്റ് അല്ല. അപ്പം ഇവനും അല്ലെന്ന് മനസ്സിലായി. ഇവനാണെന്ന് മനസ്സിലായി, ഇവനല്ലെന്നും മനസ്സിലായി. ഇനി 4ാമത്തെ കോമ്പൗണ്ട് നോക്കാം. 4ാമത്തെ കോമ്പൗണ്ടിനകത്ത് ആയിരുന്നു പറഞ്ഞാൽ 4ാമത്തെ കോമ്പൗണ്ട് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു OH വ്യത്യാസമുണ്ട്, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, ഇവിടെ വരുമ്പോൾ വ്യത്യാസമുണ്ട്. ബാക്കി ഈ 2 കോമ്പൗണ്ടിനെ പോലെ ഇവിടെ ഒരു ഡബിൾ ബോണ്ടിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു വ്യത്യാസം കാണിക്കും. അപ്പൊ ഇവനും കൈറാലാണെന്ന് മനസ്സിലായി. അപ്പൊ 2, 2 and 4 കൈറാലാണെന്ന് മനസ്സിലായി. ആസ് എ റിസൾട്ട് നമുക്ക് മാർക്ക് ചെയ്യാലോ. ഓപ്ഷൻ എ അല്ലേ അങ്ങനെ കൊടുത്തിരിക്കുന്ന? ഓപ്ഷൻ എയിൽ എങ്ങനെയല്ലേ 2, 4 കയറല്ലേ? ഓപ്ഷൻ എ അല്ലേ ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഡൗട്ട് ഒന്നുമില്ലോ മക്കളെ? ഓക്കെ, ഇത് ഒരു നല്ല ചോദ്യമാണ്. ഞാൻ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോഴേ പറഞ്ഞു, ഈ ബയോമോളിക്യൂൾസിൽ നിന്നൊക്കെ നമ്മുടെ
സ്ട്രക്ചർ വെച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്യുക. അത് ഡയറക്റ്റ് അങ്ങനെ എഴുതാവുന്ന ചോദ്യങ്ങളാണ്. സ്ട്രക്ചർ കണ്ടുപിടിച്ച് നമ്മൾ പഠിക്കുന്നതാണ് സേഫ്. കാണാൻ പഠിച്ചു വെക്കുന്നതാണ് സേഫ്. അല്ല പൊടിക്കൈ പോയാൽ നമുക്ക് ലിമിറ്റേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബേസസ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ആർ എൻ എ. അപ്പോൾ ആർ എൻ എയിൽ ഇല്ലാത്തവൻ എന്തായാലും ഡി എൻ എ കാണുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആർ എൻ എ ഡി എൻ എ എഴുതാം. അപ്പോൾ ഡി എൻ എയിലുള്ള ആരൊക്കെയാണ് മക്കളെ? എ ടി ജി സി. ആർ എൻ എയിലുള്ളത് എ യു ജി സി. ഈ എ ടി ജി സി എന്തൊക്കെ? അഡിനിൻ, തൈമിൻ, ഗുവാനൈൻ, സിറ്റോസിൻ. ആർ എൻ എക്കകത്തുള്ള അഡിനിൻ, യുറാസ്, ഗുവാനോസൈൻ, സൈറ്റോസൈൻ. ഓക്കെ, അഡിനിൻ, യുറാസ്, ഗുവാനിൻ, സൈറ്റോസിൻ. ഓക്കെ, അപ്പോൾ ആർ എൻ എയിൽ ഇല്ലാഞ്ഞിട്ടും ഡി എൻ എയിലുള്ളത് ആരാ? അപ്പോൾ മനസ്സിലായി തൈമിനാണ്. അപ്പോൾ തൈമിൻ്റെ സ്ട്രക്ചറൊക്കെ ഡയറക്റ്റ് എൻ സി ആർ ടി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം അറിയാലോ, അത് ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പം ഞാനിന്ന് വേറൊരു ഒരു അഡീഷണൽ ഒരു സെൻറ്റൻസ് കൂടെ നിങ്ങളോട് പറയാം. ഈ നമുക്ക് കണ്ടുപിടിക്കുന്ന തൈമിൻ്റെ സ്ട്രക്ചറാണ്. നമുക്ക് ഒരു കാര്യം അറിയാലോ മക്കളെ, തൈമിനെന്ന് പറഞ്ഞാൽ 4-മീഥൈൽ യുറാസിലല്ലേ. ഇപ്പം എക്സാമ്പിൾ, നിങ്ങൾക്ക് തൈമിൻ്റെ സ്ട്രക്ചർ അറിയില്ല, പക്ഷേ യുറാസിൻ്റെ സ്ട്രക്ചർ അറിയാം. അപ്പം ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എത്താം. അപ്പം യുറാസിൻ്റെ സ്ട്രക്ചർ എങ്ങനെ മക്കളെ? യുറാസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനല്ലേ? യുറാസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനല്ലേ? യുറാസിൻ്റെ സ്ട്രക്ചർ ഇതിങ്ങനല്ലേ? യുറാസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ 1, 2, 3, 4. ഈ 4-മത്തെ പൊസിഷനകത്തോട്ട് ഒരു CH3 ഗ്രൂപ്പ്, ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് എന്തായി? തൈമിനായില്ലേ മക്കളെ? അത് 4-മീഥൈൽ യുറാസിലായിട്ട് മാറിയില്ലേ? കാരണം 4-മത്തെ ഗ്രൂപ്പിനകത്തോട്ട്, 4-മത്തെ പൊസിഷനകത്തോട്ട് ഒരു CH3 ഗ്രൂപ്പ് വന്നാൽ അതെന്തായി? തൈമിനായില്ലേ? അത് 4-മീഥൈൽ യുറാസിലായില്ലേ? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും എന്താണ് ഇവിടുത്തെ തൈമിൻ്റെ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് യുറാസിൻ്റെ സ്ട്രക്ചർ അറിയാമെങ്കിലും നമുക്ക് തൈമിൻ്റെ അകത്തോട്ട് പോകാം. കാരണം തൈമിൻ എന്ന് പറയുന്നത് 4-മീഥൈൽ യുറാസിലാണ് എന്ന് അറിയാവുന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ട്. അപ്പോൾ ഇത് പ്രോസസ് ചെയ്യുന്ന ഓപ്ഷൻ 3 അല്ലേ മക്കളെ? ഓപ്ഷൻ 3 അല്ലേ നമ്മുടെ കറക്റ്റ് ഉത്തരം? ഓപ്ഷൻ എയിൽ തന്നിട്ടുണ്ടല്ലോ, ഇതല്ലേ കറക്റ്റ് ഉത്തരം? നേരെ ഈ സ്ട്രക്ചറുകളൊക്കെ ഇപ്പോൾ പൊതുവെ ഞാൻ കാണുന്നൊരു കാര്യമാണ് ബയോമോളിക്യൂൾസ്, പോളിമേഴ്സ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി. ഈ ചാപ്റ്ററൊക്കെ പഠിക്കാൻ പിള്ളേർക്ക് ഒരു ഇച്ചിരി മടിയാണ്. അല്ലാതെ ഇവന്മാർ ഇക്വിലിബ്രിയത്തിനും മറ്റേ ചോദ്യങ്ങൾ പാഠത്തിനൊക്കെ കൂടുതൽ സമയമെടുക്കും. അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ പാഠങ്ങളാണ് വെയിറ്റേജും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇതിന് ഷുവർ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണമെങ്കിൽ ഈ 3 ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞ മറ്റേ ചാപ്റ്റർ ഓക്കെ, അത് കണക്കൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും കൂടുതൽ സ്ട്രെസ് എടുത്ത് പഠിച്ചു. പക്ഷേ അവിടെ ഒരു പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പോയാൽ, ഒരു കാൽക്കുലേഷനിൽ ഒരു തെറ്റ് പറ്റിയാൽ നിങ്ങളുടെ ഹോൾ ക്വസ്റ്റ്യൻ പോകും. പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ റിയലി സേഫ് സോണായി ഇതിനകത്ത് കളിക്കാൻ പറ്റുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ സ്ട്രക്ചർ കാണാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ തെറ്റത്തേ, ഒരു പ്യുവർ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള മാത്രമുള്ളൊരു കളി മാത്രമേ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂസ് ചെയ്ത് മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാൻ നോക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ടൈം സേവിങ് ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ അരോമാറ്റിക്? അരോമാറ്റിസിറ്റിയെ പറയുന്ന ഹക്കൽസ് റൂളാണ്. നമുക്കറിയാലോ, ഹക്കൽസ് റൂൾ എന്ന് പറഞ്ഞാൽ സിക്ലിക് ആയിരിക്കണം. അതുപോലെ തന്നെ 4n + 2π ഇലക്ട്രോൺസ് ഒക്കെ 4n + 2π ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടായിരിക്കണം. ഹക്കൽസ് റൂളാണ് ഇത് പറയുന്നത്. എവിടെ മക്കളെ? ഞാൻ ആദ്യത്തെ ക്ലാസ്സിലെ പറഞ്ഞു. ഹക്കൽസ് റൂള് ഇതൊക്കെ പറയുന്നത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലാണ്. പ്ലീസ് ഡോണ്ട് സ്കിപ്പ് ദ ചാപ്റ്റർ ബിക്കോസ് ഇറ്റ് ഈസ് ദ കോർ പാർട്ട് ഓഫ് ഇയർ +1 ആൻഡ് +2 കെമിസ്ട്രി സിലബസ്. ഈ ഒരു ചാപ്റ്ററാണ് നിങ്ങളുടെ ഒരു ശ്രദ്ധേയഭാഗം, ഒരു കാതലാണ് ഈ ചാപ്റ്റർ. അതെന്ന് പറയുമ്പോൾ അവിടെ പ്രേമം ഇതൊന്നും അല്ല, കാതൽ ദ കോർ, മമ്മൂട്ടിയുടെ സിനിമ പോലെ. അപ്പോൾ ആ ഒരു കാതലായിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുന്നത് എത്ര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കെമിസ്ട്രി തേർഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും എനിക്ക് അന്ന് പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ആ ചാപ്റ്റർ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. അപ്പോൾ അത് പിള്ളേരിൽ ഓക്കെ അക്കൽസ് റൂൾ. അപ്പം നമുക്ക് അരോമാറ്റിസിറ്റി നോക്കാം. നമുക്ക് ഓരോ ഇതായിട്ട് പോവാം, ഓരോ ക്വസ്റ്റ്യനായിട്ട് പോവാം, ഓരോ സ്ട്രക്ചർ വൈസ് പോവാം. ഓക്കെ, ആദ്യത്തെ സ്ട്രക്ചർ
നോക്കുമ്പോൾ ഒരു ഡബിൾ ബോണ്ടേ ഉള്ളൂ. ഒരു ഡബിൾ ബോണ്ടേ ഉള്ളതുകൊണ്ട് ഇവിടെ 2π ഇലക്ട്രോൺസ് കാണുമല്ലോ. ഓക്കെ അല്ലേ? 2π ഇലക്ട്രോൺസ് കാണും. അപ്പോൾ എന്താണ്? ഇവൻ ആരോമാറ്റിക് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 ഡബിൾ ബോണ്ട് കാണുന്നതുകൊണ്ട് 4π ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവല്ലോ. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് ഇവൻ sp2 ഹൈബ്രിഡൈസേഷനകത്ത് p ഓർബിറ്റലായിട്ട് എന്താണ് കോഞ്ചുഗേഷൻ നടന്നുകൊണ്ട് ഇവനും ഒരു ഒരു π ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ഒരു ഡബിൾ ബോണ്ടിൻ്റെ പോലെ ചെയ്തിട്ട് ഇവനും ഒരു 2π ഇലക്ട്രോൺസ് നമുക്ക് തരും. അങ്ങനെ ടോട്ടൽ 6π ഇലക്ട്രോൺസ് ഉണ്ടാകും. 6π ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ഇവനും എന്ത് കാണിക്കും? ഇവനും കാണിക്കും അരോമാറ്റിസിറ്റി. മൂന്നാമത്തെ നോക്കുമ്പോൾ ഇതിനകത്ത് 2, 4, 6, 8π ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇവൻ എന്തായാലും അരോമാറ്റിക് അല്ല ഇവൻ, പക്ഷെ നോൺ അരോമാറ്റിക് ആണ്. ഓക്കെ. ഇനി നാലാമത്തെ സ്ട്രക്ചർ ഓക്കെ, 2 ഡബിൾ ബോണ്ടേ ഉള്ളൂ. അതിൻ്റെ റിസൾട്ടായിട്ട് 4π ഇലക്ട്രോൺ വരും. അപ്പോൾ 4π ഇലക്ട്രോൺ വരുമ്പോൾ എന്താണ്? ഇത് ആൻറ്റി അരോമാറ്റിക് ആണ്. ഓക്കെ, ആൻറ്റി അരോമാറ്റിക് ആണ്. അപ്പോൾ ഈ 4m + 2π ഇലക്ട്രോൺ വരുമ്പോൾ ഏതൊക്കെ മക്കളെ ഹക്കൽസ് റൂൾ വെച്ച് അരോമാറ്റിക് ആവുന്നത്? 2π, 6π, 10π അങ്ങനെ പോവേ. ഞാൻ പറയാൻ വിട്ടുപോയത്. അപ്പോൾ നമുക്ക് 2πയും 6πയും ഒക്കെ വരുന്നത് 1, 2 അരോമാറ്റിക് ആണ്. ഓപ്ഷൻ എ കുത്തിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചാടി വാടാ. ഓക്കെ, ഇത് നിങ്ങൾക്ക് അനിയനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിച്ചിട്ടിട്ട് അവിടെ ചെയ്യടാ മോനെ ഇത് തോന്നും. അത്രയ്ക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറയും സ്റ്റാൻഡേർഡ് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവരിട്ട് അത്രയ്ക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കി കേട്ടോ, നമ്മുടെ ഈ ചാപ്റ്റർ എന്താണ് നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ഒരു ചോദ്യമാണിത്. വൈ ഈസ് ഇറ്റ് ഹാർഡർ ടു കംപ്രസ് ലിക്വിഡ് ആൻഡ് സോളിഡ്സ് റിലേറ്റഡ് ടു ഗ്യാസ്? ഗ്യാസിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ലിക്വിഡും സോളിഡും എന്താണ് കംപ്രസ് ചെയ്യാൻ ഇച്ചിരി ഹാർഡായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓപ്ഷൻസ് വായിച്ചു നോക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഓപ്ഷനകത്ത് തന്നെ ഉത്തരം കിടക്കുന്നുണ്ട്. മോളിക്യൂൾസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ ഇൻ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ആണ് നമ്മൾ ഈ പഠിക്കുന്നത്. സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടിയായിട്ട് ക്ലോസ്ലി പെഡ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ജനറൽ കമ്പാർട്ട്മെന്റ് എങ്ങനെയാണോ അതുപോലെയാണ് സോളിഡ്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ലീപ്പർ കൈൻഡ് ഓഫ് മാറി. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എ സി പോലെ ഭയങ്കര വിശാലമായിട്ടാണ് അതിനകത്ത് മോളിക്യൂൾസിനെ അറേഞ്ച് ചെയ്ത്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി പിള്ളേർക്ക് സംഭവിക്കുന്ന അടുത്തൊരു കാര്യമാണ് ഇവിടെ പ്രസൻസ് ആബ്സെൻസ് ബാക്കിയെല്ലാം ഒരേ സെൻറ്റൻസ്. അപ്പോൾ ഈ 2 ഓപ്ഷൻസും തമ്മിൽ ഒരു കൺഫ്യൂഷൻ വരും. എന്തിനാ മക്കളെ കൺഫ്യൂഷൻ? ഒരു കൺഫ്യൂഷനും വേണ്ട. ഇതൊന്നും ഒരു തരത്തിലും ഈ കംപ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമില്ല. ആദ്യത്തെ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ആ മാർക്ക് ഇട്ട് ഈ പ്രസൻസ് ആബ്സെൻസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കില്ല മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഫ്രണ്ട്ലി ഐസോതേർംസ് റിലേറ്റഡ് ടു ഫ്രണ്ട്ലി ഐസോതോപ്സ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഈസ് നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞു ചോദിച്ചാൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല. ഓക്കെ, ഫ്രണ്ട്ലി ഐസോതേം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് x/m ടിയും വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഇങ്ങനെയാണ് ആ ഗ്രാഫ് പോകുന്നതെന്ന് അറിയാം. ഗ്രാഫ് കാണുമ്പോൾ അത് ഒരു പർട്ടിക്കുലർ പ്രഷറിൽ വരെ ഇത് ഒബേ ചെയ്യുന്നത്, അത് കഴിഞ്ഞാൽ അത് ഡിസൊബേ ചെയ്യുവാണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ ഒബേ ചെയ്യുന്ന സാധനമാണല്ലോ നമ്മുടെ ഫ്രണ്ട്ലി ഐസോതേം സെൻസ്. നമുക്ക് ഓപ്ഷൻ വഴി നോക്കുമ്പോൾ ഇറ്റ് ഹോൾസ് ഗുഡ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് പ്രഷർ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ തെറ്റാണ് മനസ്സിലായി. കാരണം ഇത് വൈഡ് റേഞ്ച് അല്ല, ഒരു വെറും ഷോർട്ട് റേഞ്ച് ഓഫ് പ്രഷറിലെ ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ വായിച്ചു നോക്കുക. വാല്യൂ ഓഫ് 1/n ഈസ് ബിറ്റ്വീൻ 0 and n കറക്റ്റ് ആണ്. 0 to n ആണ്. ഫ്രണ്ട്ലി ഐസോതേംസ് ഈസ് ആൻ എംപെരിക്കൽ ഇക്വേഷൻ. ഇത് കറക്റ്റ് ആണ്. നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് കറക്റ്റ് ആണ്. ഫ്രണ്ട്ലി ഐസോതേർഷൻ ഇക്വേഷൻ ഈസ് ആൻ എംപെരിക്കൽ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാവും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് ബോത്ത് ഗ്യാസസ് ആൻഡ് സൊല്യൂഷൻ. നിങ്ങൾക്ക് മനസ്സിലാവും ഇതും കറക്റ്റ് ആണ്. അപ്പോൾ ഫ്രണ്ട്ലിക്ക് അബ്സോർപ്ഷൻ ഐസോതേമിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഓപ്ഷൻ മാത്രമേ ഇൻകറക്റ്റ് ആയിട്ടുള്ളൂ, അത് ഇതാണ്. ആദ്യത്തെ ഓപ്ഷനാണ് ഇൻകറക്റ്റ് എന്ന് മനസ്സിലാവും. ഓക്കെ, അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് പോകാമല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ തെർമോഡൈനാമിക്സ് പാർട്ടിയിൽ നിന്ന് ഒന്നാണ്. കൺസിഡർ ദ ഫോളോയിങ് ഇക്വേഷൻ. CH4 സ്പ്ലിറ്റ് ചെയ്ത് കാർബണും 4H ആയിട്ട് നമ്മുടെ ഡെൽറ്റ AH0 തന്നിട്ടുണ്ട്. ഇത്രയാണ്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്? എഗെയിൻ നോട്ട് കറക്റ്റ് അല്ലെ ഫോൾസ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ള ഈ തരം ചോദ്യങ്ങൾ എന്നൊക്കെ വായിക്കുമ്പോൾ
ഇത് ഇത് നമ്മുടെ ഇക്വിലിബ്രിയത്തിൽ നിന്നും ചോദിക്കാം, കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്നും ചോദിക്കാം, നമ്മൾ ഈ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ചോദിക്കാം, എന്തെങ്കിലും സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് വരെ ഇങ്ങനെ തിയററ്റിക്കൽ പാർട്ടിക്ക്. അപ്പോൾ കുറച്ച് ഒരു ഭാഗത്തിനകത്ത് കുറച്ച് കൂടുതൽ കണക്കുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് NCERT നിന്ന് ചോദ്യം ചോദിക്കത്തില്ലെന്ന് പറഞ്ഞാൽ മണ്ടയാണ്. അത് അങ്ങനെ പറയുന്നതിന് ഒരു കാര്യക്കെടുത്തിട്ട് അവൻ്റെ നെഞ്ചത്തോ തലയ്ക്കോ നിങ്ങൾ എടുത്തെറിയുക. കാരണം ഈ എല്ലാ ചാപ്റ്ററിനും NCERT വായിക്കണം. നിങ്ങൾ ബയോമോളിക്യൂൾസ്, പോളിമേഴ്സ്, എൻവയോൺമെന്റൽ കെമിസ്ട്രി ഈ 3 ചാപ്റ്റർ മാത്രമല്ല വായിക്കണം. നിങ്ങൾ എല്ലാ ചാപ്റ്ററിൻ്റെയും കണിശമായിട്ട് നിങ്ങൾ NCERT ചെയ്യണം. കാരണം എന്നാലേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ പറ്റും. പല ക്വസ്റ്റ്യൻ പേപ്പറും പല രീതിയിലാണ്. പല ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഡെറിവേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 2024 ക്വസ്റ്റ്യൻ. ഇത് പക്ക പ്യൂർ തിയറിയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി തീർക്കാനായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ 50 മിനിറ്റ് താഴെ എടുക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ചെയ്യാൻ അരമണിക്കൂർ പോലും വേണ്ട ആവശ്യമില്ലെന്ന്. അത്രയ്ക്ക് എളുപ്പമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ പാർട്സ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകാം. ഇങ്ങനെ അങ്ങോട്ട് പോകാതെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പിന്നെ മീൻ CH ബോണ്ട് എൻതാൽപ്പി ഡിഫർ സ്ലൈറ്റ്ലി ഫ്രം കോമ്പൗണ്ട് കോമ്പൗണ്ട്. വളരെ അണ്ടർസ്റ്റുഡ് ആയിട്ട് ഉള്ള കാര്യമാണ്. കോമ്പൗണ്ട് മാറുമ്പോൾ നമ്മുടെ മീൻ CH ബോണ്ട് എൻതാൽപ്പി മാറും. ഓക്കെ, മീനാണ് ആവറേജ്. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ്. ദ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ഇൻഡിവിജ്വൽ CH ബോണ്ട് ഇൻ സക്സസീവ് സ്റ്റെപ്സ് ആർ ഡിഫറെൻറ്റ്. ശരിയാണല്ലോ, CH3 CH2 അങ്ങനെ സക്സസീവ് സ്റ്റെപ്സിനകത്ത് വരുമ്പോൾ എനർജി CH ബോണ്ട് മുറിക്കാനുള്ള എനർജി എന്ന് പറഞ്ഞാൽ സക്സസീവ് സ്റ്റെപ്സിനകത്ത് ഡിഫറെൻ്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം ഇനി ഓൾ 4 CH ബോണ്ട്സ് ഇൻ CH4നകത്ത് 4 CH4നകത്ത് 4 CH4നകത്ത് 4 ബോണ്ട് ഉണ്ടല്ലോ. ഇതുപോലെ ഈ 4 ബോണ്ടിന്റെ എന്താണ് ബോണ്ട് ലെങ്തും ബോണ്ട് എനർജി ഡിഫറെൻ്റ് അല്ലേ? സെയിം അല്ലേ? ഡിഫറെൻ്റ് അല്ലല്ലോ, ഐഡന്റിക്കൽ അല്ലേ? അപ്പൊ ഇതങ്ങോട്ട് ശരിയാണെന്ന് മനസ്സിലായി. ഇനി 4ാമത്തെ ക്വസ്റ്റ്യനകത്തൊരു പഴ വരണം അല്ലേ? ഓക്കെ, Δ0H ഈസ് ദ മീൻ ബോണ്ട് എന്തായാലും മീനോ ഇതെന്തുവാ മീന്? തെറ്റായത്. ഈ Δ0AH എന്ന് പറഞ്ഞ മക്കളെ ഇവിടുത്തെ മീനല്ല, ഫുൾ അല്ലെങ്കിൽ ഫുൾ എന്നല്ല പറഞ്ഞാൽ ഓൾ ബോണ്ട് എന്താൽപ്പി ആണ്. ഓൾ ബോണ്ട് എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ഈ 4 ബോണ്ടിന്റെയും കൂടെ എടുക്കുന്നതിന്റെ മീനാണ്, ഓൾ എന്നല്ല, സം ഓഫ് ഓൾ ബോണ്ട് എന്താൽപ്പി ആണ്. അപ്പൊ ഇതിനകത്ത് മീൻ ബോണ്ട് എന്താൽപ്പി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ മീൻ ബോണ്ട് എന്താൽപ്പി മക്കളെ ഈ ബി എന്ന് പറഞ്ഞ ബോണ്ട് എന്താൽപ്പിയാണ്. മീൻ ബോണ്ട് എന്താൽപ്പി കണ്ടുപിടിക്കുക. ഇതിനെ CH4നകത്ത് 4 ബോണ്ട് ഉണ്ടെങ്കിൽ ഇതിനെ 4 വെച്ച് ചെയ്താൽ മാത്രമേ മീൻ ബോണ്ട് എന്താൽപ്പി കിട്ടൂ. ഇത് ഓൾ ബോണ്ട് എന്താൽപ്പിയാണ്. അപ്പൊ ഇത് തെറ്റാണെന്ന് മനസ്സിലായല്ലോ. ഓപ്ഷനെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മനസ്സിലായല്ലോ മക്കളെ? ഈ സംശയം വീഡിയോ ഇതൊന്നുകൂടെ പ്ലേ ചെയ്ത് കണ്ടാൽ മതി. വളരെ നല്ലപോലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഓപ്ഷനെ ആൻസർ കീഴിലകത്ത് എല്ലാ ഓപ്ഷനും A ആണ് ഉത്തരം എന്നറിയുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വഴി പോയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബാക്കിയുള്ള ഓപ്ഷൻസിനകത്ത് ഇതെല്ലാം കടന്നു പോയിട്ട് ആൻസറിലേക്ക് വരാൻ പറ്റൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനുണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻ 2 സൊല്യൂഷൻ X ഹെക്സേൻ ആൻഡ് ബെൻസിൻ ആൻഡ് Y വാട്ടർ ആൻഡ് HCl വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻസ് ഫ്രം റൗൾസ് ലോ ആർ ഒബ്സർവ്ഡ്? ഓക്കെ, ഇത് കാണുമ്പോഴേ മനസ്സിലാവും ഇത് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ ഈ 2 സൊല്യൂഷൻ നമ്മൾ ഓപ്ഷൻ വായിച്ച് നോക്കുമ്പോൾ ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ ആണോ പോസിറ്റീവ് ഡീവിയേഷൻ ആണോ എന്നൊക്കെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സൊല്യൂഷൻ X എടുക്കാം. സൊല്യൂഷൻ ഹെക്സൈൻ ആൻഡ് ബെൻസിനെ ബിഫോർ മിക്സിങ് ആഫ്റ്റർ മിക്സിങ്ങും അതിൻ്റെ പൊളാരിറ്റിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവൻ എന്തായാലും ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത് മനസ്സിലായി. അങ്ങനെ കാണിക്കുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഓപ്ഷൻ A ആണ് ഉത്തരം. ഈ 3 ഓപ്ഷൻ ഒന്നും അല്ല ഉത്തരം എന്ന് മനസ്സിലായി. പക്ഷേ നമുക്ക് Yയും കൂടെ ഒന്ന് മനസ്സിലാക്കണം. Y വാട്ടർ ആൻഡ് HCl എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന NCERTയിൽ എഴുതി വെച്ചേക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതും വലിയ ഹഡുബട്ടുണ്ടാക്കുന്ന കാര്യമല്ല, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല. അപ്പം നിങ്ങളും അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് Y ആണ്. അപ്പം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാട്ടർ HCl നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. മക്കളെ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ ഈ നെഗറ്റീവ് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴാണ് സാറിന് ഓർമ്മ നിങ്ങൾ ഇപ്പം തന്നെ NCERT ഓടി പോയി നെഗറ്റീവ് ഡീവിയേഷനും പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഐഡിയൽ ബിഹേവിയറിനെ എന്താണ് ഗ്രാഫ് നോക്കുക, അതേപോലെ തന്നെ എക്സാമ്പിൾ നോക്കുക, അതുപോലെ തന്നെ സൊല്യൂട്ട് സോൾവെന്റ് ഇൻട്രാക്ഷൻ ഇൻട്രാക്ഷനുമായിട്ടൊക്കെ എങ്ങനെ റിലേറ്റ് ചെയ്ത് പോവുക. Δh മിക്സിങ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ 0 ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ എൻ്റെ മക്കൾ നോക്കുമെന്ന് സാറ് വിശ്വസിക്കട്ടെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ചോദ്യമാണ്. In aqueous solution, the hydronium ion gets further hydrated to give which of the following species? Okay, ഇത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം തന്നെ. ഹൈഡ്രോണിയം അയൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
H3O+. H3O+. അപ്പോൾ ഇവിടെ ഓക്സിജൻ എഴുതി, ഇവിടെ 3 ഹൈഡ്രജൻ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഹൈഡ്രജനകത്തോട്ട് ഒരു വാട്ടർ വന്ന് അറ്റാച്ച് ചെയ്യുക, ഈ ഹൈഡ്രജനകത്തോട്ട് ഒരു വാട്ടർ വന്ന് അറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുമല്ലോ, പിന്നെ ഫർദർ ഹൈഡ്രേറ്റ് BHനകത്തോട്ട് ഒരു ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്യും. ഇനി എന്ത് ചെയ്യുന്നേ, ഇതിനി എത്ര ഹൈഡ്രജൻ ഉണ്ടോ എത്ര ഓക്സിജൻ ഉണ്ടോ എന്ന് കൂട്ടി എഴുതിയിട്ട് മാറുകയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ അങ്ങോട്ട് ഹൈഡ്രജൻ കൂട്ടാം. 1 2 3 4 5 6. ഇവിടെ വേറെ എന്താ കേട്ടോ, 6 1 1 2 3 4 5 6 7 8 9. 9 ഹൈഡ്രജൻ ഉണ്ട്. നമ്മൾ എന്ത് എഴുതി, H9 എന്ന് എഴുതി. ഓക്കെ, ഇനി ഓക്സിജൻ കൂട്ടും. 1 2 3 4. ഓക്കെ, 4 ഓക്സിജൻ ഉണ്ടെന്ന് മനസ്സിലായി. കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇതുകൊണ്ട് H9O4 ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, അതുപോലെ നമ്മളപ്പോൾ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ നടത്തിയത്. അപ്പോൾ നമ്മളത് വളരെ സക്സസ് ആയിട്ട് നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 2024 വെച്ച് നോക്കുമ്പോൾ വളരെ എന്താണ് പറയുന്നത്, വളരെ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമുക്ക് സമയമൊന്നും വേണ്ടി വന്നില്ല. ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ നമുക്ക് എത്ര മക്കളെ 15 സെക്കൻഡ്, അതിൽ കൂടുതൽ സമയം വരുത്തിക്കല്ലേ മക്കളെ. അതുപോലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഡയറക്റ്റ് എൻസി ആയിട്ട് കുറച്ച് തിയററ്റിക്കൽ കൺസെപ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറും പല രീതിക്കാണ്. ചിലതിനകത്ത് ഇത് കാണും, നമ്മുടെ തിയറി ആയിരിക്കും കുറച്ചുകൂടെ, ചിലതിനകത്ത് എന്താണ് കണക്കായിരിക്കും കൂടുതൽ. പല ക്വസ്റ്റ്യനും പല രീതിയിലാണ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു, ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ 12 മോക്ക് ടെസ്റ്റുകൾ നമ്മളെ നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. മക്കളെ, നമ്മൾ അടുത്തൊരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമ്മൾ വരും. അപ്പോൾ അതുവരെ മറക്കാം, നമ്മളൊരു സീരീസ് പോലെയാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അതെല്ലാം യൂട്യൂബിനകത്തൊരു പ്ലേലിസ്റ്റ് പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാം അത് ചെക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് സാറ് വരുന്നവരെ ബൈ.